يا رسول الله خبت مطيتي تجوب الفيافي من عمان إلى عرجي لتشفع لي يا خير من وطأ الحصى فيغفر لي ربي فأرجع بالفلج എന്റെ റബ്ബിയേ നബിയേ അങ്ങയിലേക്ക് എന്റെ കാൽപാദങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങയിലേക്ക് എന്റെ കാൽപാദങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു മിൻ ഉമാനിൻ ഇലാ അറജി എവിടെ നിന്നെന്നറിയുമോ നബിയെ എന്റെ കാൽപാദങ്ങൾ എത്തിയത് ഒമാൻ എന്ന സ്ഥലത്തിൽ നിന്നും അഥവാ നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിൽ നിന്നും സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ നിന്നും ഇലൽ അറജി അറജ് എന്ന് പറയുന്നത് മദീനയുടെ അരികിലുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ് അറജ്. ആ അറജിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നബിയേ കല്ലുകളങ്ങയോട് സലാം പറഞ്ഞ കല്ലുകളങ്ങേ കാണാനിടയാക്കിയ നബിയേ അങ്ങയിലേക്ക് ഒരു സലാം പറയാനായി കൊണ്ടാണ് എത്തിയത്. അങ്ങയുടെ ശഫാഅത്തിൽ എളിയവനെയും ചേർക്കണമേ എന്ന നിയത്തോടു കൂടിയാണ് ഈ പാപി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങ് വാക്ക് തരുകയാണെങ്കിൽ ഞാനൊരു വിജയിയുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് ഞാൻ മടങ്ങുമേ എന്ന് ബഹുമാനപ്പെട്ട സമായിലിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹു മഹാനുഭാവന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. തീരുന്നില്ല. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരും സൂഫിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തരുമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മഹാനവരുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ സൂറിന്റെ മണ്ണിലല്ലയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം തന്റെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഇബ്രാഹിം തന്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. ഏതോ ഒരു കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഇരുന്ന് ധ്യാനത്തിൽ മുഴുകി സൂഫിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനും പ്രശസ്തനുമായി മാറിയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ രാജ്യത്തിൽ തന്നെയല്ലയോ? തീരുന്നില്ല. ഈ രാജ്യത്തിന്റെ മഹിമ അവസാനിക്കുന്നില്ല. ഇനിയും കിടക്കുകയാണ് മഹാന്മാർ. സമായിലിന്റെ മണ്ണിലേക്ക് യാത്രയായാൽ സൂറിലേക്ക് യാത്രയായാൽ ഇബ്രാഹിം ഹൈലിന്റെ മണ്ണിലേക്ക് യാത്രയായാൽ മുഹമ്മദ് ബിൻ മഹ്ദൂബ് അൽ ഹുസൈനി അൽ ഹൈലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇനി തീരട്ടെ യാത്രയാവുകയാണ് ഹദ്റത്തി സലാലയുടെ മണ്ണിലേക്ക് യാത്രയായാൽ അവിടെ എത്ര മണ്ണുകൾ, അവിടെ എത്ര മഹാന്മാരാണ്. നമ്മുടെ കേരളത്തിന്റെ രാജാക്കന്മാരുടെ ഏറ്റവും പ്രമുഖനായ രാജാവ് ബഹുമാനപ്പെട്ട ചേരുമാൻ പെരുമാൾ അബൂബക്കർ താജുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനവരുകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം അറുത്ത സ്ഥലം, ഇമ്രാൻ നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയ എത്രയോ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മണ്ണാണ് ഈ ഒമാനിന്റെ മണ്ണ്. അതുകൊണ്ട് തന്നെയല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്, അള്ളാന്റെ റസൂല് പറഞ്ഞത് യുദ്ധം ചെയ്യാതെ ഒരു പോരടിയും നടത്താതെ ഒരു പോർക്കളത്തിൽ ഇറങ്ങാതെ ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ എന്റെ ഒരു ജനത, എന്റെ സമുദായത്തിൽ നിന്നും ഒരു രാജ്യം ദീനിലേക്ക് കടന്നു വന്നു. അത് ഏത് രാജ്യമാണെന്നറിയുമോ? സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ഒമാൻ എന്ന ഈ രാജ്യമാണ് കടന്നു വന്നത്. ഈ രാജ്യത്തിന്റെ ആദ്യ വിശ്വാസിയല്ലേ അങ്ങനെ എത്രയോ മഹാരഥന്മാർ അന്ത്യശ്രമം കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിലല്ലേ നമുക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ആ മഹാരഥന്മാരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട്, അവരുടെ എല്ലാം കറാമത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും വിജയിയുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്.